ഭൂമിയിലെ ഏറ്റവും പവർഫുൾ ആയ ഇൻവിസിബിൾ ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റി, റേഡിയേഷൻ? ഇതൊന്നുമല്ല. അത് നമ്മൾ എല്ലാവരും അനുഭവിക്കുന്ന ഒരു കെമിക്കൽ കോക്ടെയിലാണ്, മാതൃസ്നേഹം. ഒരമ്മയ്ക്ക് സ്വന്തം കുഞ്ഞിനോടുള്ള സ്നേഹത്തിന്റെ പിന്നിലെ സയൻസ് എന്താണ്? നമുക്ക് നോക്കാം. ഇവിടെ പ്രധാനമായും വരുന്നത് 2 ഹോർമോണുകളാണ്. ഇത് തുടങ്ങുന്നത് ഓക്സിറ്റോസിനിൽ നിന്നാണ്. 43 കാർബൺ ആറ്റങ്ങളും 66 ഹൈഡ്രജനും 12 നൈട്രജനും 12 ഓക്സിജനും പിന്നെ 2 സൾഫർ ആറ്റങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കോംപ്ലക്സ് ഹോർമോണാണിത്. ഇതിനെ കടിൽ കെമിക്കൽ എന്നും വിളിക്കാറുണ്ട്. പ്രസവ സമയത്തും പാലൂട്ടുമ്പോഴും അമ്മമാരുടെ ബ്രെയിനിൽ ഓക്സിറ്റോസിൻ ലെവൽ വളരെയധികം കൂടും. ഇത് ന്യൂറൽ പാത്വേസിനെ റീവയർ ചെയ്യുകയും ഒരു അഡിക്ഷൻ പോലെ ശക്തമായ ഇമോഷണൽ ബോണ്ട് ഉണ്ടാവുകയും ചെയ്യും. പിന്നെ വരുന്നത് ഡോപ്പാമിൻ ആണ്. 8 കാർബൺ ആറ്റങ്ങളും 11 ഹൈഡ്രജനും 1 നൈട്രജനും പിന്നെ 2 ഓക്സിജൻ ആറ്റങ്ങളും ചേർന്നതാണിത്. അമ്മ കുഞ്ഞിനെ വെറുതെ ഒന്ന് നോക്കുമ്പോൾ തന്നെ ഒരു വലിയ ലോട്ടറി അടിച്ചാൽ എങ്ങനെ തോന്നും? അതേപോലെ ബ്രെയിനിലെ റിവാർഡ് സെന്റേഴ്സ് ലൈറ്റ് അപ്പ് ആകും. കുഞ്ഞിനെ നോക്കുന്നതിന് അമ്മയ്ക്ക് ബ്രെയിൻ നൽകുന്ന ഒരു റിവാർഡാണിത്. പക്ഷേ നിങ്ങൾ മാമാ ബിയർ ഇൻസ്റ്റിങ്ക്ട് എന്ന് കേട്ടിട്ടുണ്ടോ? അതെന്താണ്? ഒരമ്മ തന്റെ കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വളരെ പെട്ടെന്ന് വളരെ ഡിഫൻസീവ്, അഗ്രസീവ്, അലർട്ട് ആകുന്ന ഒരു ബിഹേവിയർ ആണിത്. അത് പക്ഷേ നമ്മുടെ ബ്രെയിനിലെ അമിഗ്ദല എന്ന ഓർഗൻ കാരണമാണ്. എന്തെങ്കിലും അപകടം സെൻസ് ചെയ്താൽ അത് ഉടനെ അലർട്ട് മോഡിലേക്ക് പോകും. ഇത് പരിണാമപരമായി ഡെവലപ്പ് ചെയ്ത ഒരു സർവൈവൽ മെക്കാനിസമാണ്. അതുകൊണ്ടാണ് അമ്മമാർ ചിലപ്പോൾ ഹൈപ്പർ സെൻസിറ്റീവ് ആകുന്നത്. കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ബയോളജിക്കൽ അലാം സിസ്റ്റമാണിത്. അപ്പോൾ ഭൂമിയിലെ അമ്മമാരുടെ സ്നേഹം എന്നത് വെറും ഒരു ഇമോഷൻ മാത്രമല്ല, ഇത് സർവൈവലിന് വേണ്ടിയുള്ള ഒരു ന്യൂറോ കെമിക്കൽ മാസ്റ്റർ പീസ് ആണ്. എല്ലാ ജീവികളിലും ഇത് ഒരേ ലെവലിലല്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏറ്റവും അധികം മാതൃസ്നേഹം കാണിക്കുന്ന ജീവി ഏതാണ്?